ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ചൈൻ ട്രിപ്പിൾസ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കാണാൻ കേട്ടോ. അപ്പോൾ ഇൻട്രോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇൻട്രോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ടാവുന്നത്, എൻ്റെ ആവുന്ന ഭാഗമൊന്നുമില്ല, ഒരു പകുതി ഭാഗമാണ് കേട്ടോ. അതായത് കുട്ടികളൊന്ന് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം എൻ്റെ പണിയൊക്കെ ഒന്ന് കഴിയുന്ന വരെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ പോയിക്കാണ് സ്കിപ്പ് അടിച്ചാതെ മറക്കാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം കയറുന്ന അടുക്കളയിലേക്കല്ലേ, എന്നിട്ട് ചായക്ക് വെള്ളം വെക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ചായക്ക് വെള്ളം വെക്കുകയാണ്. എല്ലാ ദിവസവും പാൽ ചായ ഒന്നും ഉണ്ടാക്കലില്ല, ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ പാൽ ചായ ഉണ്ടാക്കാറ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കട്ടൻ ചായയൊക്കെ കേട്ടോ. ഇനി അടുത്തത് മക്കളൊക്കെ എണീക്കണം മുമ്പ് തന്നെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാ നമ്മളെ ദോശയായിട്ട് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ദോശനെയാണ് ഇവിടെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അതാക്കണം ആദ്യം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നമുക്ക് നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും മലപ്പുറത്ത് എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഈ ഒരു അപ്പം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് എല്ലാ ഫുഡിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു അപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പീനെ കൂടുതലായിട്ട് ഉണ്ടാക്കൽ. അവർക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓല് ഇങ്ങനെ കയ്യിൽ പിടിച്ച് തിന്നും, അല്ലാന്നുണ്ടെങ്കിൽ ചായയിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് വെള്ളം ചേർത്ത് കാണാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കട്ടകളൊന്നും ഇല്ലാതാകൊണ്ട് ഈ രീതിയിലൊന്ന് നല്ലോണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇതാണ് ദോശക്കല്ല്. ഈ ദോശക്കല്ലിലാട്ടോ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചായപ്പൊടി ഇട്ടുകാണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുകാണ്ട് കുട്ടികൾക്കൊന്ന് ചൂടാറാൻ പറഞ്ഞേക്കണം കേട്ടോ. ഒരു ഫസ്റ്റ് തന്നെ എണീറ്റ് ഉടനെ തന്നെ പല്ല് തേച്ചതിന് ശേഷം എണീറ്റ് വരുമ്പോൾ തന്നെ അവർക്ക് ചായ വേണം, അത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മാസത്തിൻ്റെ ഉള്ളിലാണ് ആകെപ്പാടെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കൂടുതലായിട്ട് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊന്നും അത്രക്കൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തോന്നിയ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ദോശക്കല്ല് അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് എണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും നല്ല കേട്ടോ. നല്ലെണ്ണ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ കേട്ടോ നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം, എന്നാലാണ് നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാക്കണം ഞാനൊരു തവി ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ 1 മിനിറ്റ് വെച്ചാൽ മതിയിട്ട്, നല്ല ഫ്ലെയിമിലിട്ട് കാണാൻ 1 മിനിറ്റ് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഇതാക്കണം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഒരു ചട്ടക്കം വെച്ച് കാണ്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ചൂടോട് കൂടി തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ, ചീരുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് അല്ലാതെ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ കൂടുതൽ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ അധികം ചെയ്യൽ കുക്കിംഗ് വീഡിയോസ്, അതുപോലെ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകുമ്പോഴുള്ള ഹസ്ബൻഡിനും കൂട്ടിക്കാണ്ടൊക്കെ പോകുന്ന ആ ടൈമിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്ളോഗൊക്കെയാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യൽ. ഇപ്പോൾ ഞാൻ 2 ദിവസമായിക്കാണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസൊന്നും അത്ര വലിയ റീച്ച് ആയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അധികം ആൾക്കാർക്ക് ഇതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് എന്താണോ അതാണ് കാണാൻ ആഗ്രഹം കേട്ടോ. ഞാനാണെങ്കിൽ കൂടുതലും സെർച്ച് ചെയ്തപ്പോഴും എല്ലാവർക്കും ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി കുട്ടികളൊക്കെ എണീക്കണം മുമ്പ് നമുക്ക് പെട്ടെന്ന് പോയി കാരണം മിറ്റടിച്ചൊരു വരാം കേട്ടോ. ഞാനിവിടെ മിറ്റടിച്ചവരാണ്. മിറ്റം ചില സമയത്ത് നല്ല ചുമലുണ്ടാവും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ഒന്നും വല്ലാതെ കാറ്റടിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികം ചുമലൊന്നും ഉണ്ടായിട്ടില്ല. മുറ്റത്ത് പുല്ലൊക്കെ ചില സമയത്ത് ഞാൻ പറിച്ചും, അല്ലാന്നുണ്ടെങ്കിൽ പറിക്കൂല കേട്ടോ. നമുക്കൊരു സമയത്തിന് നമ്മളെ സാഹചര്യം എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചേക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാകും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ മാക്സിമം ഞാൻ സ്പീഡ് കൂട്ടിക്കണം കേട്ടോ. വീടിൻ്റെ മുൻഭാഗം സൈഡ് ഭാഗം മാത്രമേ ഒന്ന് അടിച്ച് വാരലുള്ളൂ കേട്ടോ. അല്ലാത്ത ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ ഒന്ന് നന്നാക്കി എടുക്കുള്ളൂ. കൂടുതൽ ചമ്മൽ ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടാവില്ലുള്ളൂ കേട്ടോ. ബാക്ക് ഭാഗത്തൊന്നും മാത്രമാത്രം ചമ്മലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ ആ ഭാഗത്തൊന്നും വല്ലാതെ കണ്ട് അടിച്ചു വരലൊന്നുമില്ല കേട്ടോ. തന്നെ കുട്ടികൾ നീച്ചോൽക്ക് പല്ലൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. കുട്ടികൾ കൂടുതലായിട്ട് കുപ്പായം ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് കുപ്പായം ഇടാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഫോട്ടോ അയക്കാണ്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് റിമൂവ് കിട്ടും, അല്ലെങ്കിൽ സ്ട്രൈക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. കുട്ടികളെ വല്ലാതെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അതാ ചായയും കടിയൊക്കെ കൊടുത്തു. ഞാനും മോലൊപ്പം തന്നെ കഴിച്ചു കേട്ടോ. കുട്ടികൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് കഴിച്ച് കണ്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. മക്കൾക്ക് ഇതുപോലെ ചായ അതിലേക്ക് പറന്ന് കണ്ടാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ കാക്കു ഇവിടെ എണീറ്റിട്ടുണ്ട്. കാക്കു എണീറ്റ വഴന്നെ ചായ കുടിച്ച് കാണുന്നതാട്ടോ തൊടുക്ക് ഇറങ്ങിക്കണെന്ന്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കാക്കുവിന് ഇന്ന് ലീവ് വെക്കരട്ടോ. അപ്പോൾ അതുകൊണ്ട് കാക്കു ഞാൻ തൊടുക്കെ കുറച്ച് നന്നാക്കുകയാണ്. തെങ്ങൊക്കെ തുറക്കാനുണ്ടായിരുന്നു, അതുപോലെ കവുങ്ങൊക്കെ തുറക്കാനുണ്ടായിരുന്നു കേട്ടോ, മഴക്കലിഞ്ഞ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ അവിടെയൊക്കെ ക്ലിയർ ആക്കാണ്. മക്കൾ 3 ഇതാട്ടോ ഇവിടെ ഉണ്ട്. ഒലിപ്പച്ചി കാട്ടണത് എന്താണെന്ന് വെച്ചാൽ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിക്കാണ്ട് കുപ്പായൊക്കെ ഇട്ടുകാണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ കേട്ടോ. ഇതുവരെ ഒരു കുപ്പായൊന്നും ഇട്ടിട്ടില്ലേനു, അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ കുട്ടികളെ കാണിച്ചാതിരുന്നത് കേട്ടോ. കുട്ടികളെ കുപ്പായ ഇടാതൊക്കെയാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് കിട്ടും. ഇനിച്ച് തിരുമ്പാനുണ്ട് കേട്ടോ, ഞാൻ തിരുമ്പാൻ പോവുകയാണ്. കുളിമുറിയിലാണ് കല്ല് വെച്ചിട്ടുള്ളത്, പുറത്തുണ്ടാക്കാൻ നേരം ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് മക്കൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരെ പുറത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയൊക്കെയാണ്. നമ്മൾ കുട്ടികളല്ലേ, എന്തൊക്കെയാണ് കേൾക്കാമെന്ന് അറിയില്ലല്ലോ, കാണാൻ അവർ പെട്ടെന്ന് ആൾക്കാരും കൊണ്ടുപോകുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും മക്കളെ നല്ലോണം നോക്കിയതിന് ശേഷം മാത്രമേ പണിയെടുക്കലുള്ളൂ കേട്ടോ. ഇപ്പോൾ 3 എൻ്റെ കണ്ണെത്താ ദൂരത്ത് തന്നെ ഉണ്ട്, മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഗേറ്റ് വെച്ചുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിലും അല്ല ഇപ്പൊക്കെ കയറി പോകും കേട്ടോ. പിന്നെ കാക്കും ഉണ്ടായതുകൊണ്ട് കാക്കും ഒരു നോട്ടം നോക്കും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നടക്കൂല. ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വീഡിയോ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറേ പേര് കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ, 3 കൊണ്ട് എങ്ങനെയാണ് ജോലിയൊക്കെ ചെയ്യലെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും മാത്രം മുഴുകിക്കാണ്ടൊന്നും അങ്ങനെ വീഡിയോസ് എടുക്കലൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമാണ് വീഡിയോസ് ഓരോന്ന് ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അധികം ഞാൻ ഇങ്ങനത്തെ വ്ളോഗൊന്നും എടുക്കാതെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇക്കാണ്ട് വരൽ. അതും ഒരു ഉറങ്ങുന്ന സമയത്താണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് ഞാൻ തിരുമ്പലുന്നുണ്ട്. ഇനി തിരുമ്പി കഴിഞ്ഞതിന് ശേഷം വരാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലിവിടെ തിരുമ്പാന്നാണ് പറയില്ല, അല്ലാത്ത അലക്കൽ എന്നാട്ടോ. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഇനി ഞാൻ വരാം. അല്ലാതെ ഫുൾ ടൈമും അലക്കൽ തന്നെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാക്കുവിൻ്റെ പണിയൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. മയക്കാറും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെയിലുണ്ട് കേട്ടോ, രണ്ടും കൂടിയാണ്. കുട്ടികളിതാകട്ടോ ഇപ്പം ഇതിൻ്റെ ഇരുത്താനുണ്ട്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഞാൻ ചോറും കഞ്ഞി കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അധികം ദിവസങ്ങളിൽ ഞാൻ ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കാക്കുണ്ടായതുകൊണ്ട് തന്നെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നമുക്ക് വിറകൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ ഞങ്ങളെ തൊടുവിൽ തന്നെ അത്യാവശ്യം വിറകൊക്കെ കിട്ടലുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്ത് വെക്കാത്തതിൻ്റെ കാരണം കുട്ടികൾക്ക് കൈയെത്തും ഓൽക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നോട്ടെത്തൂല കേട്ടോ. പോലും ചിലപ്പോൾ തീയൊക്കെ എടുത്തുകാണ്ട് കളിക്കും. അതുകൊണ്ടാണ് ഞാൻ അടുപ്പത്ത് അങ്ങനെ വെക്കലില്ല. കാക്കൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ വേറെ പണിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ ഇതിൽ അടുപ്പത്ത് ഉണ്ടാക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കൽ കേട്ടോ. പിന്നെ എന്താക്കണം, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കാക്കു വന്നപ്പോൾ ചിക്കൻ കൊടുന്നിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി വന്നപ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇറച്ചി കട്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, ഇതുപോലെ കട്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിലിട്ടപ്പോൾ പിന്നെ ഇങ്ങനെ ഇതുപോലെ വേറിട്ട് വന്നു കേട്ടോ. ഫ്രിഡ്ജ് ഞങ്ങളിപ്പോൾ നമ്മൾ നോമ്പ് 17-നാണ് ഫ്രിഡ്ജ് വാങ്ങിയത് കേട്ടോ. അതുവരെ ഫ്രിഡ്ജിൽ ഇവിടെ ഇല്ലേനു. പിന്നെ ഉറക്കം കഴിക്കൊന്നല്ല, എന്നാലും കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. കാക്കുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇനി കാക്കുവിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ പള്ളിക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ചോറൊക്കെ കൊടുക്കണം. അപ്പം ഇനി ചിക്കൻ കറിയൊക്കെ വെക്കാനുണ്ട് കേട്ടോ. ഞാനിതിന് മുമ്പ് ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഫ്രിഡ്ജ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ഇനി അരിയൊക്കെ ഇട്ടുകാണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരി ഇടട്ടെ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ചെയ്തിട്ടില്ല. ആകെ ഒരു പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം എന്നൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അല്ലാതെ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ നിൽക്കരുത് എന്നല്ല, നെഗറ്റീവ് കമൻറ്റ്സ് കുറേ ഉണ്ടാവില്ലുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസിൻ്റെ താഴെ പിന്നെ കമൻറ്റ്സ് അങ്ങനെ ഉണ്ടാവില്ല, ലൈവിലാണ് അധികം ഉണ്ടാവില്ല കേട്ടോ. ലൈവ് ഇടുന്നതിന് നമുക്ക് വാച്ച് ടൈം പെട്ടെന്ന് കൂടി കിട്ടാനാണ് ലൈവ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അരി ഇടുകയാണ്. ഈ ചോറൊന്ന് വേകുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറിക്കുള്ള പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതാകൊണ്ട് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ വലിയ ഉള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് പൊളിച്ച് കാണ്ട് നമുക്ക് ഓരോന്നായി കാണ്ട് നുറുക്കിയെടുക്കാം.
ഇത് കട്ട് ചെയ്യുന്നതൊക്കെ ഇതുപോലെ സ്പീഡാക്കാൻ കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലാഗ് അടിച്ചേണ്ട വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും ഈ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ നല്ലോണം വേറിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ഓരോന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബിരിയാണിക്കൊക്കെ വെക്കുന്ന പോലെയാണ്, വലിയ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയില്ലേ വെക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇറച്ചിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ വേണ്ടാത്ത നെയ്യ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിവിടെ തീയെ നീക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോറ് വെന്ത് വരാനയക്കണം കേട്ടോ. തിളച്ചിട്ടുണ്ട്, നല്ലോണം വെന്ത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. മക്കൾ ഈ സമയത്ത് എൻ്റെ അടുത്തേക്കും വരും, കണ്ടില്ലപ്പിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ചില സമയത്ത് കാക്കുവിൻ്റെ അടുത്തേക്കും പോകും. പിന്നെ അടുത്തത്തെ കുട്ടികളൊക്കെ വന്നിക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓലപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെറുതായിട്ട് വീഡിയോസ് എടുക്കുന്നുള്ളൂ കേട്ടോ. സ്പീഡ് കൂട്ടിക്കാണ്ടാണ് ചിക്കൻ കറീൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിന് ശേഷം ഗ്രാമ്പു അതുപോലെ തന്നെ പട്ടൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം ഞാൻ അതൊരു നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് വാടാൻ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇട്ടതിന് ശേഷമാണ് ഇതിന് ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് പെട്ടെന്ന് വരാൻ കുറച്ച് നേരം ഒന്ന് അടച്ചിട്ട് വേവിച്ചതാണ്. അതാകൊണ്ട് നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടി ഐറ്റംസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല, മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടോ. ഗരം മസാലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിട്ട് പതിയില്ലട്ടോ. അതിനാണ് ഞാൻ നേരത്തെ തന്നെ ഗ്രാമ്പും പട്ടൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ മസാല ഒക്കെ ചിക്കനിൽ നല്ല പിടിക്കുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ അടിച്ചിട്ട് ഒരു 3 വിസിൽ മതി കേട്ടോ. കൂടുതലായിട്ട് വിസിലൊന്നും വേണ്ട. 3 വിസിൽ വരെ ഒന്ന് അടിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഇപ്പം ഇങ്ങനെ ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് വേകുന്ന അരിയേനു കേട്ടോ. റേഷൻ പീടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിൻ്റെ പോലെയുള്ള അരിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് 2-3 തിളച്ചപ്പോൾ തന്നെ നല്ല വെന്തു കേട്ടോ. ഞാൻ ഓരോന്നായി ഊറ്റിയെടുക്കുകയാണ്. ഞാൻ കറി വെക്കുന്ന ആകുന്ന സമയത്ത് നമുക്കിവിടെ അടിച്ചു വരി തുടക്കാം കേട്ടോ. അതുകൊണ്ട് കുറേ ഓല് രാവിലെ ഫുഡ് കഴിച്ചതും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രൈക്കൊക്കെ ഓൾറെഡി ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുട്ടികളെ കുളിപ്പിക്കണം, ഓലെ കുളിപ്പിച്ചുകൊണ്ട് ഉറക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഓല് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കണ സമയമാകുമ്പോൾ തന്നെ ആകെ പിന്നെയും പെരക്കൂട്ടോ. പിന്നെ ഓരോരുത്തരെ ഞാൻ കുളിപ്പിച്ച് ഉറക്കാൻ പോവാണ്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കോഴിക്കറിയും പപ്പടം പൊരിച്ചതും വെറും ചോറാണ് കേട്ടോ. അതൊക്കെ ചോറും ഇവിടെ ആയിട്ടുണ്ട്. ചോറ് ഞാൻ കുറച്ച് മക്കൾക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ ആവശ്യം വന്നിക്കാണ്ട് കഞ്ഞി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ കഞ്ഞി ആ സമയം തന്നെ കാക്ക കുളിച്ച് മാറ്റി ഒരുങ്ങിക്കാണ്ട് പള്ളിക്കൊക്കെ പോകാൻ നിൽക്കാണ്. വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആക്കട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇൻട്രോ പറഞ്ഞ എൻഡിങ് ഒക്കെ ഒരേ ടൈമിൽ തന്നെ ആയിട്ട് പറയുന്നത്, അല്ലാതെ നമുക്ക് എണീറ്റ് പാട് പറയാൻ കഴിയൂല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരണം കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.